എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ, നിങ്ങളും ഞാനും ഒക്കെ വളരെ ഭാഗ്യവാന്മാരാണെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വരുന്ന അനുഭവങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് അത്രയും മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള അനുഭവമുള്ള ആളുകളാണ് അയച്ചു തരുന്നത്. അമ്മമാരും അച്ഛന്മാരും ചേട്ടന്മാരും ചേച്ചിമാരും അനിയത്തിമാരും അനിയന്മാരും ഒക്കെ അയച്ചു തരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു വളരെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു അമ്മ അയച്ചു തന്നിട്ടുള്ള ഒരു അനുഭവമാണ്. നല്ല സ്പഷ്ടമായ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അതിൽ കുറേ പ്രത്യേകതകളുണ്ട് ഉള്ളിൽ. നിങ്ങൾക്ക് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവാം. അപ്പം ഞാൻ പറയുകയാണ്, ഇത് അയച്ചു തന്നത് ബേബി രാമൻ, അമ്മയുടെ പേരാണ് ബേബി രാമൻ. പിന്നെ ഗല്ലീൽ മന അങ്ങനെയാണെന്ന് തോന്നുന്നു, പട്ടാമ്പി. അപ്പോൾ ഞാൻ വായിക്കാം. ത്രിമധുരം എല്ലാം തന്നെ കേൾക്കാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. നാരായണീയം തുടക്കത്തിൽ ഭട്ടതിരിപ്പാട് എഴുതിയതുപോലെ ആ ബ്രഹ്മത്വം സാക്ഷാൽ ഗുരുവായൂരിൽ വിളങ്ങുന്നുണ്ടെന്നുള്ളതിന് ഇതിൽ പരം തെളിവുകൾ വേണോ? ത്രിമധുരത്തിലെ അനുഭവ കഥകൾ മാത്രം മതിയല്ലോ. ഗുരുവായൂരപ്പൻ ഭക്തരുടെ മുന്നിൽ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതായ കഥകൾ സത്യത്തിൽ കോരിത്തരിപ്പിക്കാറുണ്ട്. അത്തരം അനുഭവങ്ങളൊന്നുമില്ലെങ്കിലും കുട്ടിക്കാലം മുതലേ ഭഗവാൻ കൂടെയുള്ളതായി തോന്നാറുണ്ട്. എന്ത് നല്ല വാർത്തകൾ കേട്ടാലും, എത്ര ദുഃഖം വാർത്തകൾ കേട്ടാലും എൻ്റെ ഗുരുവായൂരപ്പ എന്ന വാക്കാണ് ആദ്യം നാവിൽ വരാറുള്ളൂ. സെക്രട്ടേറിയറ്റിൽ ജോലിയായിരുന്നതിനാൽ തിരുവനന്തപുരത്തായിരുന്നു താമസമെങ്കിലും വർഷത്തിലൊരിക്കൽ തീർച്ചയായും കുട്ടികളെയും കൊണ്ട് ഗുരുവായൂരിൽ വന്ന് തൊഴാതിരിക്കാറില്ല. ഹസ്ബൻഡിൻ്റെ സ്ഥലം പട്ടാമ്പി ആയതിനാൽ വർഷത്തിലൊരിക്കൽ തൊഴാനുള്ള അവസരം കൂടുതൽ എളുപ്പമായി. അങ്ങനെയുണ്ടായ ദർശന പുണ്യം കുട്ടികളുടെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. നല്ല വിദ്യാഭ്യാസം, ജോലി, വിവാഹ ജീവിതം എല്ലാം തന്നെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമായി തന്നെ ഞാൻ കരുതുന്നു. ത്രിമധുരം കേൾക്കാൻ തുടങ്ങിയപ്പോൾ തോന്നിയ മറ്റൊരു കാര്യമുണ്ട്. 47 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആ സംഭവം, അതും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമായിരുന്നല്ലോ എന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ മകനെ ഗർഭിണിയായിരുന്നപ്പോൾ ഞങ്ങൾ തൊഴാൻ വന്നപ്പോൾ ഗുരുവായൂർ കേശവൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ കൊടിമരത്തിൻ്റെ മുമ്പിൽ ക്യാമറ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളോട് ക്യാമറയുടെ മുമ്പിൽ കൂടി കടന്നുപോയിക്കൊള്ളാൻ സംവിധായകൻ ഭരതൻ പറഞ്ഞു. മകനെ 6ാം ക്ലാസ്സിലെത്തിയപ്പോഴേ ക്യാമറയുടെ മുമ്പിലെത്താനും അഭിനയിക്കാനും അവസരം കിട്ടിയതും അന്നത്തെ അനുഗ്രഹമാവാം. ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുട്ടികളുടെ സീരിയൽ വണ്ടൻ കുഞ്ചു പ്രധാന കഥാപാത്രമായി പിന്നീട് കുറേ സീരിയലുകളിലും സിനിമയിലും ഒക്കെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും എന്നറിയാം. മറ്റൊരു സംഭവം ഓർക്കുന്നു. ബോംബെയിലുള്ള മകളും കുടുംബവും ഒരിക്കൽ വന്നപ്പോൾ അകത്ത് കയറി തൊഴാൻ പറ്റാതെ വിഷമിച്ച് നിന്നിരുന്ന ഞങ്ങളുടെ മുമ്പിൽ അവിടുത്തെ കീശാന്തിയായിരുന്ന കൃഷ്ണൻ നമ്പൂതിരി, ഹസ്ബൻഡ് സുഹൃത്തായിരുന്നു കേട്ടോ, പെട്ടെന്ന് വന്നു നിന്നു. സുഖമായി അകത്ത് കയറി തൊഴാൻ സൗകര്യം ഒരുക്കി തന്നു കേട്ടോ. പിന്നീട് ഒരിക്കൽ അന്തിക്കാടുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് ഗുരുവായൂർ വഴി ഞങ്ങൾ രണ്ടുപേരും കൂടി കാറിൽ പോയപ്പോൾ അമ്പലത്തിലെ പുറത്ത് നിന്നെങ്കിലും ഒന്ന് തൊഴുതിട്ട് പോവാമെന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. അത് പിന്നീടാവാമെന്ന് പറഞ്ഞു കേട്ടോ. കാറ് കുറച്ച് മുമ്പിലേക്ക് ഓടിച്ചപ്പോൾ അത് കേടായി. 1 മണിക്കൂർ കാർ നന്നാക്കാനായി വൈകി. തിരിച്ചു വന്നപ്പോൾ ഞാൻ പറയാതെ തന്നെ അമ്പലത്തിൻ്റെ മുമ്പിൽ കാറ് നിർത്തി തൊഴുതു പോന്നു കേട്ടോ. അത് ഒരു പരീക്ഷണം പോലെ തോന്നി എന്നുള്ളതായിരുന്നു സത്യം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി എൻ്റെ ഹൃദയത്തിൽ നിന്നും വന്ന ഏതാനും വരികൾ ഞാൻ കുറിച്ചു വെച്ചു. അതും ഗുരുവായൂരപ്പനെക്കുറിച്ച്. അതും പിന്നീട് എഴുതിയ ചെറിയ ചില ഭക്തിഗാനങ്ങൾ ഉൾപ്പെടുത്തി ഹൃദയാഞ്ജലി എന്നൊരു ചെറിയ CD ഇറക്കിട്ടോ. അത് ഗുരുവായൂരപ്പന് ഒരിക്കൽ പോയി സമർപ്പിക്കാനും സാധിച്ചു. വെറുതെയാണെങ്കിലും ഞാൻ കൊതിച്ചിടുന്നു തിരുദർശനം, കുറൂരമ്മയെപ്പോൽ അവസാനമായി ഞാൻ തൊഴുതു നിന്നിടുമ്പോൾ. കണി കാണാൻ എൻ മുൻപിൽ എത്തുമോ നീ, കണി കാണാൻ എൻ മുന്നിൽ എത്തുമോ നീ എന്ന പ്രാർത്ഥനയോടെ അന്ന് കവിത അവസാനിപ്പിച്ചിരിക്കുന്നത്. എത്തുമെന്ന വിശ്വാസത്തോടെ കഴിയാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് വർഷങ്ങളായി. പട്ടാമ്പിയിൽ താമസിക്കുന്നതിനാൽ ഗുരുവായൂരിൽ ഇടയ്ക്കൊക്കെ പോകാൻ സാധിക്കാറുണ്ട്. ഭഗവത് സ്മരണ എപ്പോഴും മനസ്സിലുണ്ടാവണേ എന്ന പ്രാർത്ഥന മാത്രം. യൂട്യൂബിലെ ബേബി രാമൻ എന്നടിച്ചാൽ ചില ഭക്തിഗാനങ്ങളൊക്കെ കേൾക്കാം. ശ്രീകാന്തിന് നന്ദി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഗുരുവായൂർ കേശവൻ, ആ സിനിമ, പിന്നെ മണ്ടൻ കുഞ്ചുവിനെ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. എനിക്കിനി അത് യൂട്യൂബിലൊന്ന് തപ്പി നോക്കണം, യൂട്യൂബിലുണ്ടാവും. എന്തായാലും എൻ്റെയൊക്കെ ചെറുപ്പകാലത്താണ് ആ സീരിയൽ വന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ, ഭക്തരിൽ നിന്നൊക്കെ അനുഭവങ്ങൾ വരിക എന്ന് പറയുന്നതും അത് കേൾക്കുക എന്ന് പറയുന്നതും നിങ്ങൾക്കും എനിക്കുമുള്ള ഭാഗ്യം തന്നെയാണ്. വേറെ ഒന്നും പറയാനില്ല. സുഖമായിരുന്നു ഈ അനുഭവം വായിക്കാൻ. നല്ല വെള്ള പേപ്പറിൽ നല്ല വരികളിൽ എഴുതി അയച്ചു തന്ന അമ്മയ്ക്ക്, ബേബി രാമൻ, എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേരാണ്. വേറെ ഒന്നുമില്ല. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരിലേക്ക് എത്തിക്കുക. കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടോ. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന ഡീറ്റെയിൽസ് അറിയാമല്ലോ. ജോയിൻ ബട്ടണിലൂടെ വരിക. നമ്മൾ ചൂജാലങ്കാരം, കൃഷ്ണവിഗ്രഹമൊക്കെ എന്ന സമ്മാനങ്ങളൊക്കെ നൽകുന്നുണ്ട്, അറിയാമല്ലോ. വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.